ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി യൂട്യൂബ് ചാനൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുന്ന എല്ലാവർക്കും വരായിരിക്കുന്ന യേശു ക്രിസ്തുനാമത്തിൽ എൻ്റെ സ്നേഹമൊന്ന് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പകൽ ബൈബിൾ ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഈ അവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാൽ തീർച്ചയായിട്ടും ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ഈ വചനം പറയുവാനും ദൈവം എനിക്ക് കൃപ ചെയ്തു. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ രീതിയിലാണ് നിങ്ങൾ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. എന്നെ ഓർമ്മിപ്പിച്ച വചനം ഇതായിരുന്നു. മത്തായി 20:16. ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകുന്നു. ഇതേ വചനം മാർക്കോസ് 10:31 ലൂക്ക 13:30 ഇതേ വചനം തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെ മത്തായി പറയാണ്, പിൻപന്മാരായിരിക്കുന്നവർ മുൻപന്മാരായി മാറും, മുൻപന്മാരായിരിക്കുന്നവർ പിൻപന്മാരായി മാറും. ഇതന്നെ മാർക്കോസിലും ലൂക്കോസിലും ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പിൻപന്മാരായിരിക്കുന്നവർ മുൻപന്മാരായി മാറും. ഇനി മുൻപന്മാരായിരിക്കുന്നവർ പിൻപന്മാരായി മാറുവാനും ഇടയാകും. ഇതെൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരെ ഞാൻ കാണുവാനും ഇടയായി മാറിയിട്ടുണ്ട്. ഞാൻ 2012 ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. 2009 ഞാൻ ജ്ഞാനസ്നാനം എടുത്തു. പക്ഷെ പൂർണ്ണമായിട്ട് ദൈവത്തിനെ മനസ്സിലാക്കുന്നതും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതും 2012-13 കാലഘട്ടങ്ങളിൽ. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി ഞാൻ ദൈവത്തിൻ്റെ വേല പഠിക്കും. ബൈബിൾ ക്ലാസ് ഞാൻ പഠിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും പോയി ദൈവദാസന്മാരോട് നിന്നിട്ട് ദൈവത്തിൻ്റെ വേലയെക്കുറിച്ച് പഠിക്കും. പല സ്ഥലങ്ങളിൽ ദൈവം എന്നെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ ശേഷം 2014 പകുതിയിലും 2014 പകുതി, 15, 16 പകുതി, അങ്ങനെ രണ്ട് വർഷം ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിൻ്റെ വേലയുമായിട്ട് നിൽക്കുവാനിടയായി മാറി. അന്ന് എൻ്റെ നാട്ടിൽ എൻ്റെ ചർച്ചിൽ കുറേ വിശ്വാസികൾ വരുവാനിടയായി മാറി. കുറേ കുഞ്ഞുങ്ങൾ ദൈവത്തിനെ അറിയാനിടയായി മാറി. 24, 25, 26, 27 ആ വയസ്സിലുള്ള ആൾക്കാർ ദൈവത്തിനെ അറിയാനിടയായി മാറി. ഒരുപാട് സന്തോഷമായി. കാരണം പലരും പല പാവത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നവരായിരുന്നു, പല വിട്ടുവിടാൻ പറ്റാത്ത സ്വഭാവത്തിൽ. അതിൽ എനിക്കൊരു സുഹൃത്തിനെ അറിയാം. അവൻ എന്നോട് പറഞ്ഞതാണ്, ഒരു കാലത്ത് എൻ്റെ അമ്മയും അച്ഛനും എന്നെ റോട്ടിൽ നിന്ന് എന്നെ തോളിൽ ചുമന്നുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. കാരണം മദ്യപിച്ച് ഞാൻ റോട്ടിൽ കിടക്കുമ്പോൾ എന്നെ റോട്ടിൽ ചുമന്നു കൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ അനിയത്തി വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഇടയായി മാറി. അങ്ങനത്തെ പലരും ദൈവത്തിനെ അറിഞ്ഞു വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി മാറി. അവിടെ ആ ഒരു ആത്മീയത്തിൻ്റെ വളർച്ചയും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധനകൾ മുടങ്ങാതെ വരുന്നതും എല്ലാം കണ്ട് ഭയങ്കര സന്തോഷമായി. അന്ന് കുറേ പേർ ദൈവത്തിന് മാനസാന്തരപ്പെട്ടു വന്നു. 2016 പകുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വദേശം വിട്ടിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്നു. പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അന്ന് മാനസാന്തരപ്പെട്ട പലരെയും തിരിച്ചെനിക്ക് കാണാൻ പറ്റിയില്ല. പലരും കാണാതായി. പലരും വേറെ പല കാര്യങ്ങൾക്കും പോയി ചെയ്യാൻ തുടങ്ങി. ചിലർ പേരിന് വരുവാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. കുറച്ച് പേർ വരുന്നില്ല. കുറച്ച് പേർ ജ്ഞാനസ്നാനം എടുത്തതിൻ്റെ പേരിൽ മാത്രം വരുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം എന്തായാലും വിശ്വാസിയായി പോയില്ലേ, ഞായറാഴ്ച വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരായി മാറി. ചിലവർ വന്നിട്ട് എന്തോ കാണിച്ചിട്ട് പോകുന്ന രീതിയിൽ ഉള്ള ആൾക്കാരായിട്ട് മാറി. അന്ന് മുൻപന്മാരായിരുന്നവർ ഇന്ന് പലരും പിൻപന്മാരായി മാറി. ഒരുപാട് വിഷമം തോന്നി. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അവർ തിരിച്ചു വരും. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ വരില്ലെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടാണ് ഞാൻ പാവത്തിലോട്ട് പോയത്. പക്ഷെ തിരിച്ചു വന്നു. എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. വേറൊരു കാര്യം എനിക്കറിയാമായിരുന്നു, ക്ഷമിക്കുകയും ചെയ്യും. ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ട്, ബാലശിക്ഷ ഉണ്ടെന്ന് സദൃശവാക്യം പറയുന്നുണ്ട്. ഇന്ന് നീ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷയുണ്ട്. പക്ഷെ ദൈവം എന്നെ കൊല്ലില്ല, തിരിച്ചു കൊണ്ടുവരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഞാൻ. ഇന്ന് പലർക്കും തിരിച്ചു വരാൻ പേടിയാണ്. തിരിച്ചു വന്നാൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമോ, ദൈവം എന്നോട് ക്ഷമിക്കുമോ, ദൈവം എന്നെ കൈകൊള്ളുമോ? ബൈബിളിൽ ഇങ്ങനെ ഒരിടത്ത് പറയുന്നുണ്ട്, പത്രോസ് ചോദിക്കുന്നുണ്ട് ദൈവത്തോട്, ദൈവമേ, എൻ്റെ സഹോദരൻ എന്നോട് പിണങ്ങിയാൽ, എന്നെ ദ്രോഹിച്ചാൽ ഞാൻ എത്ര വട്ടം അവനോട് ക്ഷമിക്കണം? 7 വട്ടമോ? അപ്പോൾ ദൈവം അവനോട് പറയാണ്, 7 വട്ടമല്ല, 70 വട്ടം. ചുരുക്കം പറഞ്ഞാൽ നീ ചാകുന്നവരെ അവനോട് ക്ഷമിക്കുക. അങ്ങനെ പറഞ്ഞ ദൈവം നീ എന്നോടും ക്ഷമിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും ക്ഷമിക്കും.
പക്ഷേ ശിക്ഷയുണ്ട്, അത് മറക്കരുത് കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതെൻ്റെ അനുഭവമാണ്. ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അടിയിട്ട് അങ്ങേയറ്റം നിലത്ത് കിടന്ന് നിലവിളിച്ചിട്ടാണ് തിരിച്ചെണീറ്റ് വന്ന് ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷെ ഞാൻ ഇനി വീണാലും ഞാൻ എണീക്കും. കാരണം ഈ ശരീരം പാവത്തിനിട്ട് രൂപാന്തരം പ്രാപിക്കുവാൻ, അത് അന്ത്യകാലത്തിലെ രൂപാന്തരം പ്രാപിക്കും. അതുവരെ ഈ ശരീരത്തിനോട് പോരാട്ടമുണ്ട്, പലപ്പോഴും വീഴാം. എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ അവിടെ നിന്ന് എണീക്കും. വീഴാതെ ദൈവം എന്നെ കാക്കുന്നതിനായി, ഇതുവരെ കാത്തതിനായി ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. മേൻ. കാരണം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, അപ്പോൾ ജീവിതത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ നന്മ തരൂ, അനുഗ്രഹം തരൂ? തീർച്ചയായിട്ടും. ദൈവത്തിന് നീ എത്ര വർഷത്തിന് മുമ്പ് മാനസാന്തരപ്പെട്ട് വന്നൊന്നുമല്ല, എത്ര വർഷം നീ മാനസാന്തരപ്പെട്ട് ഇരിക്കുന്നൊന്നുമല്ല. ഈ ഇപ്പോൾ പ്രസൻറ്റിൽ നീ എന്താണ്, നീ ദൈവത്തിനെ തേടുന്നുണ്ടോ, ദൈവത്തിനായിട്ട് നിൽക്കുന്നുണ്ടോ? അതാണ് ദൈവം നോക്കുന്നത്. കാരണം 10 വർഷം സഭയിലിരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലം തന്നെ ഇത് നീ മാനസാന്തരപ്പെട്ട് വന്നാൽ നിനക്കും തരുന്നത്. ദൈവം പ്രതിഫലം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. അത് മാനസാന്തരപ്പെട്ടു ദൈവത്തിൽ വന്നു, നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ പ്രതിഫലം കുറഞ്ഞു പോകും? അങ്ങനെയൊന്നുമില്ല. എൻ്റെ അറിവിൽ അങ്ങനെയല്ല. 10 വർഷം മുതൽ ഇന്ന് വരെ ദൈവത്തിനെ വിളിക്കുന്ന ഒരുത്തിന് കൊടുക്കുന്ന പ്രതിഫലം പോലെ തന്നെ 10 വർഷത്തിന് 10 വട്ടം നീ തെറ്റിപ്പോയിട്ട് തിരിച്ചു വന്നാലും നിനക്ക് ഇപ്പോൾ തരുന്നത് അതേ പ്രതിഫലമായിരിക്കും. കാരണം ദൈവത്തിനറിയാം പിൻപന്മാർ ഒരു ദിവസം മുൻപന്മാരായി മാറും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ബ്രദർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിൻപന്മാരായി മാറിയിട്ട് അവസാനം മുൻപന്മാരായി മാറിയാൽ പോരെ? ആമേൻ. പിന്നെ ഒരു കാര്യം ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വചനം മുഴുവനും വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശ്വാസികൾക്കും ദൈവത്തിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച വ്യക്തികൾക്കാണ് കേട്ടോ. ഇത് ലോകത്തുള്ള ആൾക്കാർക്കല്ല. നിങ്ങൾ തിരിച്ചു വരുമോ ഇല്ലയെന്ന് അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരും. കാരണം അവൻ ലോകരക്ഷകനാണ്, ആര് വന്നാലും അവൻ സ്വീകരിക്കും. ഇത് ഞാൻ പറയുന്നത് വിശ്വാസിയാണോ, വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തിയാണോ, നിന്നെക്കുറിച്ചാണ് ഇത് ഞാൻ പറയുന്നത്. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നീ എപ്പോൾ വന്നാലും ദൈവം നിനക്ക് പ്രതിഫലം തരും. ദൈവത്തിന് ഇപ്പോഴോ നേരത്തെ വന്ന അങ്ങനെയൊന്നുമില്ല. ദൈവം തരാമെന്നുള്ള പ്രതിഫലം നിത്യജീവൻ, നിത്യതയാണ്. ഈ ലോകത്തുള്ള പ്രതിഫലം തരും, തരാതെ ഇരിക്കാം. പക്ഷെ നിത്യത തീർച്ചയായിട്ടും അവൻ തരും, നീ അവൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാണ് പ്രതിഫലത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് മത്തായി 20-ൻ്റെ, നിങ്ങൾ പറ്റിയ മത്തായി 20-ൻ്റെ 1 മുതൽ 13 വരെ നിങ്ങൾ സമയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. അവിടെ വേലയ്ക്ക് കൊടുക്കുന്ന കൂലിയെക്കുറിച്ച് ഒരു സാദൃശ്യപ്പെടുത്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവിടെ സമയം പറഞ്ഞിട്ടുണ്ട്. 3-ാം മണി നേരം, 6-ാം മണി നേരം, 10-ാം മണി നേരം, 11-ാം മണി നേരം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓരോ സമയങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് യഹൂദ്യ സമയമാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സമയങ്ങളൊന്നും ചിലപ്പോൾ പിടികിട്ടില്ല. സമയം നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു വീട്ടുടമസ്ഥ രാവിലെ 7 മണിയായപ്പോൾ ചന്തയിൽ പോയി തൻ്റെ തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി കുറച്ച് ആൾക്കാരെ തേടിപ്പോയി. ചന്തയിൽ പോയപ്പോൾ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പറഞ്ഞു, എനിക്കൊരു തോട്ടമുണ്ട്, തോട്ടത്തിൽ ജോലിയുണ്ട്, വരുവാൻ ആഗ്രഹമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് 1 വെള്ളി നാണയം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു, വെള്ളി കാശ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് വന്നു, തൻ്റെ തോട്ടം കാണിച്ചു കൊടുത്ത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യജമാനൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും സെയിം അതേ ചന്തയിൽ പോയപ്പോൾ അവിടെ കുറച്ച് പേർ നിൽക്കുന്നത് കണ്ടു. 10 മണിയായപ്പോൾ, ഓക്കെ നമുക്ക് സമയം എടുക്കാം, ഒരു 10 മണിയായപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് പേർ നിൽക്കുന്നത് കണ്ടു. യജമാനൻ അവരോട് ചോദിച്ചു, എനിക്കൊരു തോട്ടമുണ്ട്, ജോലിക്ക് വരുവാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു. അപ്പോൾ അതിൽ കുറച്ച് പേർ വന്നു, അവിടെ നിന്നവർ വന്നിരുന്നു. അത് കഴിഞ്ഞ് യജമാനൻ ഒരു 2 മണിയായപ്പോൾ വീണ്ടും ആ ചന്തയിൽ പോകുന്നുണ്ട്. നോക്കിയപ്പോൾ അവിടെയും കുറച്ച് പേർ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, ഇതുപോലെ തോട്ടത്തിൽ ജോലി ഉണ്ട്, വരാൻ ആഗ്രഹമുണ്ടോ ചോദിച്ചു. അവർ സമ്മതിച്ച് അവർ വരികയും ചെയ്തു. അവർ വന്ന് ജോലി, അങ്ങനെ 3 കാറ്റഗറി ആൾക്കാർ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ യജമാനൻ ചന്തയിൽ പോവുക, അവിടെ പോയി നോക്കിയപ്പോൾ വീണ്ടും കുറച്ച് പേർ അവിടെ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, എൻ്റെ തോട്ടത്തിൽ ജോലിക്ക് വരുവാൻ ആഗ്രഹമുണ്ടോ? കാരണം രാവിലെ 7 മണിക്ക് തുടങ്ങിയ ജോലിയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇതിപ്പോൾ 7 മണിക്ക് തീരും, ഇത് വൈകുന്നേരം 6 മണിയായി, ഇനി 1 മണിക്കൂറേ ഉള്ളൂ, ചോദിക്കുകയാണ് യജമാനൻ. അപ്പോൾ നിന്നവർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ വരാം. കാരണം അവർ വിചാരിച്ചു എന്തെങ്കിലും ദൈവം തരാതിരിക്കില്ല, എന്തെങ്കിലും യജമാനൻ തരാതിരിക്കില്ല എന്ന് വിചാരിച്ച് അവർ വന്നു.
ജോലി ചെയ്തു. വൈകുന്നേരം 7 മണിയായി, കൂലി കൊടുക്കാൻ സമയമായി. യജമാനൻ എല്ലാവരെയും വിളിച്ചു നിർത്തുകയാണ്. എല്ലാവരും നിൽക്കുകയാണ്. ആദ്യം കൂലി മേടിക്കാൻ നിൽക്കുന്നത് രാവിലെ 7 മണിക്ക് വന്നവൻ പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോൾ യജമാനൻ വിളിച്ചപ്പോൾ വിളിക്കുകയാണ്, ഒരു വെള്ളി നാണയം തരുമെന്ന്. ഒരു വെള്ളി നാണയം കൊടുത്തവന് സന്തോഷമായി. കാരണം പിന്നെ അവൻ്റെ നോട്ടങ്ങളെല്ലാം ഈ 10 മണിക്ക് വന്നവനും 2 മണിക്ക് വന്നവനും വൈകുന്നേരം 6 മണിക്ക് വന്നവന് എന്ത് കൊടുക്കും എന്നുള്ള. നമുക്കൊക്കെ അങ്ങനെയാണ്. നമുക്ക് ദൈവം നമ്മൾ തരുന്ന നന്മയിൽ നോക്കാറില്ല. നമ്മൾ എപ്പോഴും ദൈവനാമം ദുഷിക്കുകയും നമ്മൾ എപ്പോഴും അസൂയപ്പെടുന്നത് അടുത്തവർക്ക് ദൈവം എന്ത് കൊടുക്കുന്നു അത് ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളതിൽ ചിന്തിച്ചിട്ടൊന്നുമില്ല. കാരണം ഈ ചിന്ത എനിക്കൊരു കാര്യത്തുണ്ടായിട്ടുണ്ട്. ദൈവത്തിനെ ആരാധിക്കണേ എനിക്കൊന്നും കിട്ടുന്നില്ല, ദൈവത്തിനെ ആരാധിക്കാത്ത അവന് പലതും കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഞങ്ങളുടെ സഭയിലുള്ള ഒരു ബ്രദറിൻ്റെ ഓർമ്മ വന്നു. ആ ബ്രദർ എന്നോട് പറഞ്ഞു, ഇപ്പോഴും ദൈവത്തിനൊക്കെ വയസ്സായി ബ്രദറെ, കാതൊന്നും കേൾക്കില്ല. കാരണം ഞാൻ പലതും ദൈവത്തോട് ചോദിച്ചു ബ്രദറെ, ദൈവം എനിക്കൊന്നും തരുന്നില്ല. ദൈവത്തിനെ ആരാധിക്കാത്തവർ നല്ല രീതിയിലിരിക്കുന്നു ബ്രദർ, അവർക്കെല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ചോദിച്ചിട്ട് പോലും ദൈവത്തിന് തരാൻ ആഗ്രഹമില്ല. ഞാൻ ഒരു ദിവസം പറയാം എന്തുകൊണ്ടാണ് ദൈവം നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാത്തതെന്ന്. തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും, നമ്മുടെ അവസ്ഥ എങ്ങോട്ട് പോകുന്നു ദൈവത്തിനറിയാം. ഞാൻ ഒരു ദിവസം നിങ്ങളോട് അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അതിനുള്ള സമയമല്ല, ഇന്ന് നമുക്കിത് നോക്കാം. അപ്പോൾ ഓർക്കണമേ, അവൻ നോക്കുകയാണ് 7 മണിക്ക് വന്നവൻ വൈകുന്നേരം 6 മണിക്ക് വന്നവൻ എന്ത് കിട്ടുമെന്ന്. പക്ഷേ യജമാനൻ എന്ത് ചെയ്തു, ഒരു വെള്ളി നാണയം അവന് 7 മണിക്ക് വന്നവൻ എന്ത് കൊടുത്തു, അതേ നാണയം തന്നെ ഈ വ്യക്തിക്കും കൊടുത്തു. ഈ വ്യക്തിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. അവൻ യജമാനൻ ചോദിച്ചു, യജമാനെ ഇത് നീ ചെയ്തത് അനീതിയല്ലേ? അപ്പോൾ യജമാനൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് അനീതി ചെയ്തു? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? രാവിലെ 7 മണിക്ക് വിളിച്ചവനോട് അയാളാണ് ചോദിക്കുന്നത്, എന്താ ഞാൻ നിന്നോട് പറഞ്ഞത്? ഒരു വെള്ളി നാണയം തരാമെന്ന്. ഞാൻ അതിൽ കുറച്ചില്ലല്ലോ, നിനക്ക് ഞാൻ ഒരു വെള്ളി നാണയം തന്നില്ലേ? പിന്നെ 10 മണി നേരം വന്നവനും 3 മണി നേരം വന്നവനും അതുപോലെ തന്നെ വൈകുന്നേരം 7 മണിക്ക് വന്നവനും ഇതേ ഒരു വെള്ളി നാണയം കൊടുക്കാൻ എനിക്കിഷ്ടം തോന്നി. അതെൻ്റെ ഇഷ്ടമാണ്. അവന് കൊടുക്കേണ്ട പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്കിഷ്ടം തോന്നി. നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഇതാണ് ഇന്ന് പകൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നീ എപ്പോൾ വന്നാലും തീർച്ചയായിട്ടും നിനക്ക് ദൈവം പ്രതിഫലം തരും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ബ്രദർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ വിശ്വാസിയാണ്, ഞാൻ ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, 3 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നുണ്ട്, ഞാൻ പാവങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, അതുപോലെ തന്നെ പരസ്ത്രീകളുമായിട്ട് എൻ്റെ പോകുന്നില്ല, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും മദ്യം കഴിക്കുകയും അവൻ വിശ്വാസിയാണ്, പക്ഷേ ഇപ്പോൾ അവൻ തെറ്റിപ്പോയിരിക്കുകയാണ്. അവനോട് പറയാണ്, ഈ വചനം എടുത്ത് വെച്ചിട്ട് അവനോട് പറയാണ്, ദൈവം പറഞ്ഞു പിൻപനായിരിക്കണം, ഞാൻ ഒരു ദിവസം മുൻപനായി മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ മാറും. അപ്പം അവനങ്ങനെ മാറും അല്ലേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വ്യക്തി മാറാൻ ചിലപ്പോൾ ദൈവം ഒരു അവസരം കൊടുക്കാം. ചിലപ്പോൾ ആ അവസരം നഷ്ടപ്പെട്ടു പോകാനും ഇടയുണ്ട്. അങ്ങനെ ബൈബിൾ നഷ്ടപ്പെട്ടു പോയവർ ഉണ്ടെന്നേ. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് മാനസാന്തരപ്പെടുന്നില്ല, നാളെ മാനസാന്തരപ്പെടാൻ ബ്രദർ. കാരണം ദൈവം പറയുന്നുണ്ട് എപ്പം വന്നാലും പ്രതിഫലം കിട്ടുമെന്നല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ 20 വയസ്സായി. ഞാൻ എൻ്റെ ഒരു 60ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെടാം. എന്തായാലും പ്രതിഫലം നിത്യത അതെനിക്ക് 60ാമത്തെ വയസ്സിൽ ദൈവം തരുമല്ലോ. ഒരു കാര്യം പറയാം, ഈ ലോകത്തിൽ എല്ലാത്തിനും ഗ്യാരൻറ്റി ഉണ്ട് കേട്ടോ. എല്ലാ വസ്തുക്കൾക്കും കമ്പനി ഒരു ഗ്യാരൻറ്റി കൊടുക്കാറുണ്ട്. 1 വർഷം, 2 വർഷം, 5 വർഷം. ചിലത് 1 വർഷം ഗ്യാരൻറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലത് 5 വർഷം വരെ നിൽക്കും. എൻ്റെ ഈ ഫോൺ 1 വർഷത്തെ ഗ്യാരൻറ്റി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 5 വർഷത്തിൽ ചെറിയ കംപ്ലയിൻറ്റ് വന്നാൽ ഈ 5 വർഷം വരെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചിലത് 1 വർഷം ഗ്യാരൻറ്റി പറഞ്ഞ് ഒരു 6 മാസത്തിൽ കംപ്ലയിൻ്റ് ആവാം. പക്ഷേ എന്നാലും മാക്സിമം പറയുന്ന ആ 1 വർഷം തീർച്ചയായിട്ടും കംപ്ലയിൻ്റ് ആവില്ല, ഗ്യാരൻറ്റിയാണ്. പക്ഷേ ഈ ലോകത്തിൽ ഗ്യാരൻറ്റി ഇല്ലാത്ത ഒരു സാധനമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ എൻ്റെ ജീവൻ മാത്രമാണ്. കാരണം ഈ ജീവൻ എപ്പം വേണമെങ്കിലും പോവാം. ഇത് അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന സമയത്തും പോവാം, ആ 10 മാസത്തിൽ എപ്പം വേണമെങ്കിലും പോവാം. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് ജനിച്ച അപ്പം വേണമെങ്കിൽ പോവാം, ജനിച്ച ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും താഴെ കുഞ്ഞ് വഴുതി വീണ കഥകൾ വരെയുണ്ട്. അങ്ങനെ ഒരു കേസ് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ വീണ് മരിക്കാൻ ഒരു കൊച്ചു മരിച്ചുപോയി. കാരണം ജനിച്ച് ഭൂമിയിൽ വന്ന് സെക്കൻഡുകൾക്ക് മുമ്പ് ആ കൊച്ചു മരിച്ചുപോയി. അങ്ങനെ മരിക്കാം, 1 വയസ്സിലും മരിക്കാം, 2 വയസ്സിലും മരിക്കാം, 10ലും മരിക്കാം, 20ലും മരിക്കാം, 30ലും മരിക്കാം, എന്തിന് 50ലും മരിക്കാം, 100ലും മരിക്കാം. കാരണം ഇപ്പം എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ എനിക്ക് സമയം കിട്ടില്ല, വേണമെങ്കിൽ മരിക്കാം. കാരണം അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലിരിക്കുന്നുണ്ട്. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. എപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചുരുക്കം പറഞ്ഞാൽ നാളത്തെ ദിവസം നമുക്കുള്ളതല്ല,
മാനസാന്തരപ്പെടാനും തിരിച്ചു വരുവാനും നാളെ എന്നൊരു ദിവസം വിശ്വാസിയെ നിനക്കും എനിക്കില്ലെന്നാണ്. കാരണം എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അടുത്ത സെക്കൻഡ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ചിലപ്പോൾ തിരിച്ചു വരാം, ചിലപ്പോൾ തിരിച്ചു വരാതിരിക്കാം. കാരണം തിരിച്ചു വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത് മാർക്കോസിൻ്റെ 14:21. ദൈവത്തിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരു വ്യക്തി, പത്രോസ്, പാസ്റ്ററാണ്, 3.5 വർഷം ദൈവത്തിനോട് നടന്ന ഒരു വ്യക്തി. താൻ തെറ്റ് ചെയ്യുമെന്നും ദൈവം മുൻകൂട്ടി പറഞ്ഞു. പക്ഷെ അവനൊരു വാഗ്ദത്തം കൊടുത്തു, നീ തെറ്റ് ചെയ്യും, പക്ഷെ നീ തിരിച്ചു വരും. കാരണം ദൈവത്തിനറിയാം അവൻ അതോർത്ത് ദുഃഖിക്കും. ദുഃഖിക്കുന്നവനെ ദൈവം തിരിച്ചെടുക്കും. ദുഃഖിച്ചത് ദൈവത്തിൻ്റെ മുമ്പിലായതുകൊണ്ട് ദൈവം തിരിച്ചെടുക്കും. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലുണ്ടായിരുന്നു അവൻ ദുഃഖിക്കും, അതുകൊണ്ട് തിരിച്ചു വരും. അതുകൊണ്ട് മുൻകൂട്ടി വാഗ്ദത്തം കൊടുത്തു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുമെന്നും പറയുകയും ചെയ്തു. നിൻ്റെ പാറമേൽ എൻ്റെ അടിസ്ഥാനം ഇടുമെന്നും വാഗ്ദത്തം കിട്ടി. അതുപോലെ അവൻ മുൻപനായിരുന്നു, തെറ്റ് ചെയ്തു അവൻ പിൻപനായി, ദുഃഖിച്ചു, കരഞ്ഞു ദൈവത്തിന് മുമ്പിൽ. ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ വിശ്വാസത്തിൻ്റെ പട്ടികയിൽ അവൻ പേര് വന്നു. അവൻ നിത്യതയുടെ അവകാശമായി മാറി. അവസാന കാലഘട്ടത്തിൽ അവൻ്റെ മരണം തന്നെ ഭയങ്കര ഇതായിരുന്നു. ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ മരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ത് പാവം ചെയ്തോ അത് വിട്ട് അതേ പാവം വീണ്ടും വന്നപ്പോൾ അതിന് എഗെയിൻസ്റ്റായിട്ട് നിന്ന് ദൈവത്തിന് വേണ്ടി മരിക്കാനിടയായി മാറി. പക്ഷെ അതേ 12 ശിഷ്യന്മാരിൽ വേറൊരാളുണ്ടായിരുന്നു, യൂദാസ്. നിങ്ങൾക്കറിയാം, മത്തായി 27:5 നിങ്ങൾ വായിച്ചാൽ മതി. 12 ശിഷ്യന്മാരിൽ ഒരുവൻ, സെയിം പാസ്റ്റർ, ഇതുപോലത്തെ ഒരു പാസ്റ്റർ തന്നെ. അതും 3.5 വർഷം ദൈവത്തിൽ നിന്ന് നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഒരു പാസ്റ്റർ. പക്ഷെ താൻ പാവം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവം പറയാണ്, ഇപ്പോൾ നീ ചെയ്യാൻ പോകുന്ന പാവം, യൂദാസിനെ നോക്കി പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്ന കാര്യം അതിൻ്റെ മരണത്തിൽ കൊണ്ടെത്തിക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ജനിക്കാതിരിക്കണം നല്ലതാണെന്ന് യേശുവോടെ പറയുന്നുണ്ട്. കാരണം അറിയാം അവൻ തിരിച്ചു വരും, പക്ഷെ വരുന്നത് മനുഷ്യരുടെ മുമ്പിലായിരിക്കും, എൻ്റെ മുമ്പിലായിരിക്കില്ലെന്ന് ദൈവത്തിന് അറിയാം. ശരിയാണ്, അവൻ തിരിച്ചു വന്നു. അവൻ പള്ളി പ്രമാണികളുടെ മുമ്പിൽ താൻ ഏറ്റു പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, നീ തന്നെ കൊണ്ടുപോകും. ആ കുറ്റബോധം അവനെ തൂക്കിലേറ്റി. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, തൂക്കിലേറ്റിയവൻ ശപിക്കപ്പെട്ടവൻ. ഒരിക്കലും അവൻ നിത്യതയിൽ പോകാൻ പറ്റിയില്ല. പക്ഷെ ക്ഷമ ചോദിച്ച് മുൻപനായ എന്നവൻ പിൻപനായി. പിന്നെ തിരിച്ചവൻ മുൻപനായപ്പോൾ അവൻ നിത്യത കിട്ടി. പക്ഷെ പിൻപനായിപ്പോയി, വീണ്ടും മുൻപനാവാൻ വന്നു. പക്ഷെ വന്ന സ്ഥലം തെറ്റിപ്പോയതുകൊണ്ട് അവൻ നശിച്ചുപോയി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം രക്ഷയുടെ ദിവസമാണ്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നേ രക്ഷയുടെ ദിവസം, ഇന്ന് തന്നെ ആ ദിവസം, ഇന്ന് തന്നെ നീ മാനസാന്തരപ്പെടുക. നാളത്തെ ഒരു ദിവസം നിനക്ക് വേണ്ടിയില്ല. ക്രൂശ് കിടന്ന കള്ളൻ അങ്ങനെയായിരുന്നു. ഒരു കാലത്ത് പിൻപനായിരുന്നു, എന്നാൽ ഏറ്റു പറഞ്ഞു, ദൈവം നീ സ്വർഗം പ്രാപിച്ചു വരുമ്പോൾ, നിത്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ദൈവം അവനെ ചേർത്തുകൊണ്ട്. എല്ലാവർക്കും അവസരം കിട്ടിയെന്ന് വരില്ല. എല്ലാവർക്കും അവസരം കിട്ടിയിരുന്നെങ്കിൽ യൂദാസിനും അവസരം കിട്ടേണ്ടതല്ലേ? അവനൊരു വിശ്വാസിയല്ലേ? എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസിയെ, യൂദാസിൻ്റെ അവസ്ഥ ആവരുതേ. ഞാൻ നാളെ നേരെയാവാം, ഞാൻ നാളെ ശരിയാകാം എന്ന് നീ പറയരുതേ. നാളത്തെ ദിവസം നിനക്കുള്ളതല്ല. നാളെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. നമുക്ക് ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കഴിയുന്ന ദിവസം ദൈവത്തിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ചർച്ചിൽ യൂത്ത് മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം. എല്ലാ ദിവസവും വൈകുന്നേരമുണ്ട്. ചില ദിവസങ്ങൾ ചർച്ചിലുള്ള ചില യൂത്തിനൊക്കെ വിളിക്കാറുണ്ട്, വാ ഞായറാഴ്ച ദിവസം യൂത്ത് മീറ്റിംഗ് വൈകുന്നേരം ഉണ്ട്, വരുമെന്ന് വിളിക്കുമ്പോൾ പറയാറുള്ളതാണ്, അതാ ഞങ്ങൾക്ക് കളിക്കാനുണ്ട്, ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനുണ്ട്, ഫുട്ബോൾ കളിക്കാനുണ്ട്. ശരിയാ, നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് ഫുട്ബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും. ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. കാരണം ആഴ്ചയിൽ 6 ദിവസം അധ്വാനിക്കുന്നുണ്ട്. ഒരു ദിവസം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും കളിക്കാൻ പോകുന്നത് നല്ലതാണ്. പക്ഷേ ചർച്ചിൽ എന്തെങ്കിലും ആരാധനകൾ, കൂട്ടങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ, ഇതിൻ്റെ ചർച്ചിലുള്ളവർക്ക് മാത്രമല്ല, എല്ലാവരോടും, വിശ്വാസിയായ എല്ലാവരോടും, നിങ്ങളുടെ ചർച്ചിൽ എന്തെങ്കിലും ആരാധന ഉണ്ടെങ്കിൽ, പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ആ ഒരു ദിവസം, ഞായറാഴ്ച ഒരു ദിവസം ദൈവത്തിന് വേണ്ടി കൊടുത്തൂടെ? രാവിലെ 9 മണി മുതൽ 12 മണി വരെ നിങ്ങൾ ചർച്ചിൽ മെസ്സേജും ആരാധനയും ചെയ്യുന്നത്, അത് നിങ്ങളുടെ ആത്മാവും നിങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ വൈകുന്നേരം നിങ്ങൾക്ക് ചെയ്യുന്നത്, യൂത്ത് മീറ്റിംഗിൽ സ്ഥലത്ത് പോയിട്ട് ദൈവത്തിനെക്കുറിച്ച് പറയുന്നതും അതിൽ പങ്കുചേരുന്നതും, നിങ്ങൾ സുവിശേഷം പറയുന്നതും പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അടുത്തവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ്. രാവിലെ നിങ്ങൾ പ്രാപിക്കുന്നുണ്ട്, വൈകുന്നേരം നിങ്ങൾ അത് പകർന്നു കൊടുക്കുന്നുണ്ട്. ഇതിനാണ് ദൈവം വിളിച്ചത്. ഞായറാഴ്ച മാത്രമല്ല, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് ആരോടെങ്കിലൊക്കെ പറയാം. നമ്മുടെ സ്നേഹത്തിനെക്കുറിച്ച് പറയാം, നമ്മുടെ നന്മയെക്കുറിച്ച് പറയാം, അവൻ ഈ ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് പറയാം. തീർച്ചയായിട്ടും പറയാം. അതിനൊരു ദിവസമില്ല. അത് 6 ദിവസം പറ്റിയില്ലെങ്കിലാണ് ഞാൻ പറയുന്നത്. 7ാമത്തെ ദിവസം ഞായറാഴ്ച ആ ഒരു ദിവസമെങ്കിലും
ദൈവത്തിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുക. അന്ന് ഒരുപാട് തിരക്ക് വരും, എനിക്കറിയാം. ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുക. എന്നിട്ട് തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നിനക്ക് അടുത്തവരെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിൻ്റെ ആത്മാവ് വിലയേറപ്പെട്ടതാണ്, അത് നഷ്ടപ്പെടുത്തി കളയരുതേ. അത് വിലയേറപ്പെട്ടതാണ്. നിനക്ക് 10 പേരെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിൻ്റെ ആത്മാവ് വിലയേറപ്പെട്ടതാണ്, അത് നഷ്ടപ്പെടുത്തി കളയല്ലേ. നീ സ്വർഗത്തിൽ വന്നാലും മതി, ബാക്കിയുള്ളൊരു ദൈവം വേറെ ആര് വഴിയെങ്കിലും കൊണ്ടുവരും. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നീ നിന്നെ കൊണ്ടുവരാൻ നോക്ക്, നീ നിന്നെ ശുദ്ധീകരിക്കാൻ നോക്ക്. നീ ഇപ്പോൾ പിൻപന്മാരുടെ അവസ്ഥയിലിരിക്കുകയാണെങ്കിൽ, ചില പാവത്തിന് അടിമത്തത്തിലിരിക്കുകയാണെങ്കിൽ, ചില വിട്ടുവിടാൻ പറ്റാത്ത സ്വഭാവം, ചില കണ്ണിൽ കൊണ്ട് കാണുന്ന ചില പാവങ്ങൾ, മനസ്സും കൊണ്ട് ചെയ്യുന്ന ചില പാവങ്ങൾ, എന്തെങ്കിലും നീ അടിമയാണോ? ഏതെങ്കിലും പാവത്തിന് നീ അടിമയായിരിക്കുന്നുണ്ടോ? നീ തിരിച്ചു വരുവാൻ നോക്ക്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ഹൃദയം ശുദ്ധിയായിരിക്കട്ടെ. കാരണം നിന്റെ ഈ ശരീരം നിത്യതയിലേക്ക് കടക്കില്ല. നിത്യതയിലേക്ക് കടക്കുന്നത് നിന്റെ വിലയേറപ്പെട്ട ഈ ആത്മാവാണ്. ഈ വിലയേറപ്പെട്ട ആത്മാവിനെ അനുദിനവും ശുദ്ധീകരിക്കുക. അത് നീ ദൈവത്തോട് നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം പല വിശ്വാസികളും ദൈവത്തിനെ വിട്ട് ദൂരം പോകുന്നതിന് കാരണം ദൈവം നന്മ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ദൈവം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കൊരു ബ്രദറിനെ അറിയാം. ആ ബ്രദർ ഒരു വട്ടം സിനിമ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മുഖത്ത് നോക്കി. അപ്പം ബ്രദർ എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ ബ്രദർ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ആ ബ്രദറിനോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. ജീവിതം മടുത്തു ബ്രദറെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഒരു കാര്യമില്ല ബ്രദറെ. കാരണം ദൈവത്തിനിപ്പോൾ കാതൊന്നും കേൾക്കുന്നില്ല, ദൈവം വയസ്സായെന്ന് തോന്നുന്നു. കാരണം ബ്രദറെ, ഞാൻ എനിക്ക് വേണ്ടിയല്ല ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചത്. ആ ബ്രദർ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു. ആ ബ്രദർ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചു. പക്ഷെ ആ കാര്യം ചോദിച്ചിട്ട് പോലും ദൈവം ആ ബ്രദറിന് കൊടുത്തില്ല. അത് ഭയങ്കര വിഷമത്തിൽ കൊണ്ടെത്തിച്ചു. ദൈവത്തിന് വേണ്ടി ചോദിച്ചിട്ട് പോലും എനിക്ക് തന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഈ ദൈവത്തിനെ ആരാധിക്കണം എന്നൊരു വാശിയായിരുന്നു ആ ബ്രദറിന്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് ദൈവം തന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ആളായി മാറും. ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ തന്നാൽ നമ്മൾ ഏത് രാജാവിൻ്റെ മക്കളായി മാറുമെന്ന്. നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇത് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അമ്മേ, നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിനെ പോലും അന്വേഷിക്കില്ലായിരുന്നു. പിന്നെ ചില ദൈവം നമുക്ക് തരാൻ വൈകുന്നത് ഇപ്പോൾ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല, തരും. തീർച്ചയായിട്ടും ദൈവം നിനക്കത് തരും. ഒരു സമയം നിനക്കത് തരും. ദൈവം അതിലേറെ ഒരു നന്മ നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം നീ ചോദിക്കുമ്പോൾ ഒരു കാര്യം തരാൻ വൈകുന്നതെന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും നീ ചോദിക്കുന്ന എന്ത് കാര്യം ദൈവം തരും. നീ ദൈവത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അത് ഏറ്റ സമയത്തിന് ദൈവം നിൻ്റെ കയ്യിൽ തരും. അതോർത്ത് നീ ദുഃഖിച്ചിട്ട് ദൈവത്തിനെ വിട്ട് തിരിഞ്ഞു പോകല്ലേ, പിന്മാറി പോകല്ലേ, പാവത്തിലോട്ട് പോകല്ലേ. തീർച്ചയായിട്ടും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾക്ക് ഇന്ന് തിരിച്ചു വരുവാനുള്ള ഒരു ദിവസമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിട്ട് ദൈവത്തോട് പറ, ദൈവമേ, ഞാൻ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരു മാനസാന്തരം വേണം. ഞാൻ ഈ പാവത്തിൽ നിന്ന് എനിക്ക് വിടാൻ പറ്റുന്നില്ല. ഈ പാവം ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസിനോട് 70 വട്ടം എന്ന് പറഞ്ഞ ദൈവം ഇന്ന് നിന്നോട് ക്ഷമിക്കാൻ ഒരുക്കമാണ്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, നീലാംബരം പോലെ കടും ചുവപ്പായിരുന്ന നിന്റെ പാവം ഇരുന്നാലും, കടും ചുവപ്പായിരിക്കുന്ന രീതിയിൽ നിന്റെ പാവം ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. തീർച്ചയായിട്ടും ഇന്ന് ദിവസം മാനസാന്തരത്തിൻ്റെ ദിവസമാണ്. നീ തിരിച്ചു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ആ നിത്യജീവൻ, നിത്യവാസസ്ഥലം നിനക്ക് ദൈവം തീർച്ചയായിട്ടും തരും. ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങനെ കാര്യങ്ങൾക്ക് വചനം തരുന്നു. വചനം കേൾക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കും. അപ്പോൾ പാവത്തിന് അടിമയിരിക്കുന്നവരെ അങ്ങ് മാറ്റി തിരിച്ചു കൊണ്ടുവരുവാൻ പോകുന്നതാണ് പ്രാർത്ഥനയായിട്ട് സ്വർഗ്ഗത്തിലെ പിതാവേ, ആമേൻ.